ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ വീട്ടമ്മയുടെ ഒരു പ്രശ്നമാണ് ഈ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എത്ര തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടാലും കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എപ്പോഴും അതിൽ അഴുക്കാവാറുണ്ട്. പിന്നെ അതുപോലെ സ്മെല്ലും വരാറുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബാത്റൂമൊക്കെ നല്ല ഫ്രഷായിട്ട് നല്ല വൃത്തിയോടെ സൂക്ഷിക്കാനുള്ള കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ബാത്റൂം ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും ഒത്തിരി മടിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഷാമ്പു ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഷാമ്പു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അതും കൂടെ ആകുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ ബാത്റൂമിനകമൊക്കെ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സോപ്പ് പൊടിയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബാത്റൂം പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ട വിദ്യയാണ്. അപ്പോൾ ആ വിനാഗിരി ചേർക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞ് വരും. അപ്പോൾ ഒരു സ്പൂണ് കൊണ്ട് അതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ ആ ഒരു ക്ലോസറ്റൊക്കെ നല്ലതുപോലെ തേച്ചിടാം കേട്ടോ. നമുക്കൊരു ബ്രഷോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബറോ ഉപയോഗിച്ച് അത് നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കിയിടാം. അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ എല്ലായിടവും തേച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ആ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എത്ര അഴുക്ക് പിടിച്ച ബാത്റൂമും വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയോടെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോഴാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലേ. നമുക്ക് ഇതുപോലെ ചെയ്തതിന് ശേഷം വെള്ളം ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല നീറ്റായിരിക്കും. എത്ര പഴയ ക്ലോസറ്റും നല്ല പുതുപുത്തനായിട്ട് കിടക്കും കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ബാത്റൂമിനകം നല്ലതുപോലെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ഡോറ് തുറന്നാലും നല്ലതുപോലെ സ്മെല്ല് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു താഴ്ഭാഗം കുറച്ച് വിട്ടതിന് ശേഷം ബാക്കി എല്ലാ ഭാഗത്തും ഞാൻ ഇവിടെ ഒരു പിൻ ഉപയോഗിച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പിൻ ഉപയോഗിച്ച് ഇടാനാണെങ്കിൽ ചെറിയ ഹോൾസ് മതി കേട്ടോ, വലുതൊന്നും വേണ്ട. അപ്പോഴേ ഒരു പിന്ന് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിറയെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ അളവിൽ ഉപ്പ്. 1-1.5 സ്പൂണോ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ 1 സ്പൂൺ അളവിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് പൊടിക്ക് വരെ കല്ലുപ്പായാലും മതി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കംഫർട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യം പറയേണ്ടല്ലോ, എപ്പോഴും നല്ല മണമായിരിക്കും നമ്മളെ ബാത്റൂമിനകമൊക്കെ കംഫർട്ട് വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കംഫർട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിൻ്റെ കംഫർട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോസ് കളറിലുള്ളതാണ് കേട്ടോ. അത് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ ഒരു ഉപ്പിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഉപ്പും കംഫർട്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാത്റൂമിനകത്ത് നമുക്ക് ഒരു ജനൽ ആ ഒരു സ്ഥലം കാണുമല്ലോ, അവിടെയോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്തോ എവിടെയെങ്കിലും വച്ചിരുന്നാൽ മതി. നമ്മൾ എപ്പോഴാണോ ബാത്റൂം തുറക്കുമ്പോഴും അപ്പോഴും നല്ലൊരു മണമായിരിക്കും കേട്ടോ. നമ്മൾ നിറയെ ഹോളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് ദിവസം ആകുമ്പോൾ ഇതിനെ മാറ്റിയിട്ട് വേറെ ഇതുപോലെ വച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മളെ റൂം അകത്തൊക്കെയുള്ള ബാത്റൂമൊക്കെ ആണെങ്കിൽ എപ്പോഴും നല്ല നീറ്റായി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ബാത്റൂമിനകത്ത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ബാത്റൂമൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇത് തളിച്ച് കൊടുക്കേണ്ട ഒരു ലിക്വിഡ് തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ ഇവിടെ ഒരു മഗ്ഗിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷാമ്പു ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ എന്നും ബാത്റൂം കഴുകിയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് തളിച്ചതിന് ശേഷം ബ്രഷ് വെച്ച് കഴുകിയിടുകയാണെങ്കിൽ നമ്മളെ ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയോടെ ഇരിക്കും കേട്ടോ. എന്നും നമുക്ക് നല്ല ഭയങ്കര രീതിയിൽ നമുക്ക് കഴുകേണ്ട കാര്യമില്ല. ഇത് മാത്രം തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അതിലേക്ക് ഷാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കോൾഗേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ വൈറ്റ് കോൾഗേറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കംഫർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കംഫർട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം നമ്മളൊരു ബോട്ടിലാക്കി വയ്ക്കുകയാണെങ്കിൽ
2 ദിവസത്തേക്ക് നമുക്ക് നമ്മൾ എപ്പോഴൊക്കെ ബാത്റൂമിൽ നമ്മൾ കയറിയ ശേഷം നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ഇട്ട് കഴുകി കളയുകയാണെങ്കിൽ എപ്പോഴും നമ്മളെ ബാത്റൂം നല്ലതുപോലെ മണത്തോട് സുഗന്ധത്തോട് നല്ലൊരു സുഗന്ധത്തോടെ ഇരിക്കും കേട്ടോ. കൊച്ചു കുട്ടികളൊക്കെ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിരുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ കൊടുത്ത് ബാത്റൂം കഴുകിയിടുകയാണെങ്കിൽ എപ്പോഴും നോക്കിയാലും നമ്മളെ ബാത്റൂം നല്ല സുഗന്ധത്തോടെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ ചെയ്യുന്നത് കൊണ്ട് 2 ദിവസം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ വെള്ളത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമ്മൾ ഓരോ യൂസിന് ശേഷവും നമ്മൾ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്ത് ഒന്നായിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മളെ ബാത്റൂം നല്ല വൃത്തിയോടെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ആ ടൈൽസിലും അതുപോലെ എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇത്തിരി വെള്ളം വീത്തി ഒന്ന് നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമൊക്കെ ഏത് സമയവും നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോയ്ക്ക്.